Christmas. അറിയാ എന്താ പുതിയ റീലാണോ? നമുക്കും ട്രെൻഡ് പിടിക്കണ്ടേ? ഞാനും ഒരു സാന്താക്ലോസിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. കാരണം ഇന്നത്തെ വീഡിയോ സാന്താക്ലോസിനെ കുറിച്ചിട്ടാണല്ലോ. സാന്റാക്ലോസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഈ സെന്റ് നിക്കോളാസ് ആണ് ഈ സാന്റാക്ലോസ് എന്ന കാര്യം. അത് ശരിയാണ്. പക്ഷെ അവർക്ക് ഇതറിയോ? കാരണം ഇദ്ദേഹം 4-ാം നൂറ്റാണ്ടില് തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. ഇദ്ദേഹത്തിന് ഡച്ച് ഭാഷയിൽ വിളിക്കുന്ന പേരായിരുന്നു സിൻഡർ നിക്കോളാസ്. അത് അവര് ചുരുക്കി വിളിച്ചിരുന്നത് സിൻഡർക്ലോസ് എന്നായിരുന്നു. പിന്നീടാണ് ഈ പേര് പറഞ്ഞ് ഒരു സാന്താക്ലോസ് എന്ന പേരിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, ഈ വിശുദ്ധൻ കുട്ടികളോടും പാവപ്പെട്ടവരോടൊക്കെ ഒരുപാട് കരുണ കാട്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവര് പോലും അറിയാതെ അവരെ സഹായിച്ചിരുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫീസ്റ്റ് ഡച്ചുകാർ ആഘോഷിച്ചിരുന്നത് ഡിസംബർ 6-ാം തീയതിയാണ്. ഈ ഡിസംബർ 6-ാം തീയതി ഇവര് പരസ്പരം ഗിഫ്റ്റുകളൊക്കെ കൈമാറുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതാണ് പിന്നീട് ക്രിസ്മസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ക്രിസ്മസ് ഫ്രണ്ട് കൈമാറ്റൊക്കെ ആയിട്ട് മാറിയത്. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ തുർക്കിയിലുള്ള മെത്രാൻ എങ്ങനെ ഇത്ര പോപ്പുലാരിറ്റി കിട്ടിയത്? ഞാൻ ഇങ്ങനെയും കേട്ടിട്ടുണ്ട്, കൊക്കക്കോള കമ്പനിയാണ് സാന്താക്ലോസിന് ഈ ചുവന്ന നിറം നൽകിയെന്നും അതിനുശേഷമാണ് ഈ മൊത്തം പോപ്പുലാരിറ്റി ഒക്കെ കിട്ടിയെന്നും. ഇതൊക്കെ ഉള്ളതാണോ? അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനു മുമ്പും കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 16-17 നൂറ്റാണ്ടുകളിലാണ് ഈ ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. അവരാണ് ഈ തുർക്കിയിൽ ഉണ്ടായിരുന്ന സെന്റ് നിക്കോളാസിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, 1800-കൾ മുതലാണ് നമ്മുടെ സെന്റ് നിക്കോളാസ് ഇത്ര അധികം പോപ്പുലാരിറ്റിയിലേക്ക് കടന്നു വരുന്നത്. വാഷിംഗ്ടൺ ഇർവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ ദ ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തില് ഈ സെന്റ് നിക്കോളാസിനെ കുറിച്ച് ഒരുപാട് കഥകൾ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിനെ ന്യൂയോർക്കിന്റെ ഒരു പേട്രൺ സെന്റ് ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഇതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ വിസിറ്റ് ഓഫ് സെന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം ഉണ്ട്. അത് അനോണിമസ് ഓതറാണ്. അതിലും ഈ സെന്റ് നിക്കോളാസിനെ കുറിച്ചിട്ട് ക്രിസ്മസിന്റെ തലേദിവസം സെന്റ് നിക്കോളാസ് ഒരു വിസിറ്റിന് വരുന്നതായിട്ടാണ് അതിൽ അവതരിപ്പിച്ചേക്കുന്നത്. അതിലാണ് ആദ്യമായിട്ട് സെന്റ് നിക്കോളാസിന്റെ റെയിൻഡിയറുകളും വണ്ടിയും എല്ലാ കാര്യങ്ങളും പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് കാണുന്ന പോലെ ഭയങ്കര വലിയൊരു വയറും വലിയ കവിളുകളും നരച്ച വലിയ താടിയൊക്കെ ഉള്ള ഒരു സെന്റ് നിക്കോളാസിനെ ആദ്യമായിട്ട് വരയ്ക്കുന്നത് അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള തോമസ് നാസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ലിറ്ററേച്ചറുകൾ ഐഹിത്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സെന്റ് നിക്കോളാസ് ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ക്രിസ്മസിന്റെ പരസ്യങ്ങളിൽ കൊക്കക്കോളയും പെപ്സി അങ്ങനെ ഒരുപാട് കമ്പനിക്കാര് ഈ ഒരു സെന്റ് നിക്കോളാസിനെ സാന്താക്ലോസ് പോലെ അവതരിപ്പിച്ച് ഇത്ര പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ആ ഒരു സെന്റ് നിക്കോളാസ് ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സാന്താക്ലോസ് ആയിട്ട് മാറുന്നത്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ക്രിസ്മസ് സീസണിൽ ഈശോനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും സാന്റാക്ലോസിന് കിട്ടാറുണ്ടെന്ന്. ശരിയല്ലേ? എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചിരുന്നു. അത് ഈ സാന്താക്ലോസിനും ഈശോനും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു വരി അവർ ചേർത്തിട്ടുണ്ട്. റിയലി ക്രൈസ്റ്റ് ഈസ് ദ റീസൺ ഫോർ ദിസ് സീസൺ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരിയല്ലേ അത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക.